ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉൾപ്പെടെ വെറുത്തിരുന്ന ഒരു സിനിമയായിരുന്നു മോഹൻലാലിന്റെ വൃഷഭം എന്ന് പറഞ്ഞ സിനിമ. എന്നാൽ ഇന്നലെ അതിന്റെ ഒരു പോസ്റ്റർ മോഹൻലാൽ പങ്കുവയ്ക്കുകയുണ്ടായി. നല്ലൊരു ഒരു മികച്ച ക്വാളിറ്റി ഉള്ള ഒരു പോസ്റ്റർ തന്നെയാണ്. നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത് ലാലേട്ടൻ ഇങ്ങനെ കൈ ഇങ്ങനെ കോർത്ത് വെച്ചിട്ട് ദൈവമേ ഇതെങ്കിലും മിന്നിച്ചേക്കനെ എന്ന് മനസ്സിൽ പറയുന്നത് പോലുള്ള ഒരു ഫോട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ലാലേട്ടന്റെ വേഷവിധാനങ്ങൾ മാറി വരുന്ന ഒരു സാധാരണക്കാരനല്ലാത്ത കഥാപാത്രങ്ങളായിട്ട് മോഹൻലാൽ ചെയ്ത കഥാപാത്രങ്ങളിലൊന്നും ഒരു 90% പരാജയമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നത് പോലെയാണ്, സത്യമാണ്. പക്ഷേ ഈ വൃഷഭം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ആ പോസ്റ്ററിനകത്ത് ഒരു ക്വാളിറ്റി കാണുന്നുണ്ട്. ഇത് സംവിധാനം ചെയ്ത നന്ദകിഷോർ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അപ്പം ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടാണ്. കഴിഞ്ഞ ജന്മവും ഈ ജന്മവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. അത് നമുക്ക് കുറച്ച് മാത്രമേ മൊത്തത്തിലുള്ള ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുള്ളൂ. അതിൽ ഒരു സിനിമയാണ് ധീര എന്ന് പറഞ്ഞ സിനിമ. അതിനകത്ത് ലവ് ആയിരുന്നു അവർ കൂടുതലായിട്ടും കഴിഞ്ഞ ജന്മത്തിൽ നിന്നും ഈ ജന്മത്തിലുള്ള കഥാപാത്രങ്ങളിലോട്ട് വരുമ്പോഴത്തേക്ക് അതിനായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിൽ വരുന്നത് ഒരു അച്ഛൻ മകൻ സ്നേഹം, അല്ലെങ്കിൽ ഒരു ശത്രുക്കൾ തമ്മിലുള്ള ഒരു, അതിന് പറഞ്ഞ പ്ലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. കുറച്ചൊക്കെ വെളി വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ ശത്രുക്കളായിരുന്ന അച്ഛനും അല്ല കഴിഞ്ഞ ജന്മത്തിൽ ശത്രുക്കളായിരുന്ന രണ്ടുപേര് ഈ ജന്മം അച്ഛനും മകനും വരെ ജനിക്കുന്നു. അപ്പം അവരുടെ ശത്രുത വിജയിക്കുമോ സ്നേഹം വിജയിക്കുമോ എന്നുള്ള ഒരു ചെറിയൊരു പ്ലോട്ടാണ് അതിലുള്ളത്. പക്ഷേ അത് എങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ട്രെയിലറോ ടീസറോ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ എങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണെന്നോ ഒന്നും, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർ അതിൻ്റെ എങ്ങനെയാണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാരണം വേണമെങ്കിൽ ഇത് ഡ്രമാറ്റിക് ആയിട്ട് ഒരു അത്ര കൊമേഴ്ഷ്യൽ അല്ലാതെ പറയാം, വേണമെങ്കിൽ ഇത് നല്ല രീതിയിലുള്ള കൊമേഴ്ഷ്യൽ ആയിട്ട് പറയാം. ഇത് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പോസ്റ്ററെക്കാളും നല്ല കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സിനിമയാണ് ഇത്. നമുക്കൊരു ധീര അതുപോലെയൊക്കെയുള്ളൊരു സിനിമയായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പം ഈ വൃഷഭം എന്ന് പറഞ്ഞ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് പ്രതീക്ഷ തോന്നുന്നുണ്ട്. കാരണം നേരത്തെ ഒന്നും വലിയ പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ അതിന് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് സിനിമ വരുന്നത് നമുക്ക് അറിഞ്ഞൂടാ. നമ്മളെ അഭിപ്രായമുണ്ട്. നമുക്കൊരു പോസ്റ്റർ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറൊന്നും അതിൻ്റെ ഭാഗത്തൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടിയത് വെച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റർ നല്ല ക്വാളിറ്റി ഉള്ള പോസ്റ്റർ. ഇപ്പോൾ ഈ ഒരു പോസ്റ്റർ വെച്ചിട്ട് നമ്മൾ നേരത്തെ പോസ്റ്റേഴ്സ് നോക്കുമ്പോഴത്തേക്കും അതിനകത്തും ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് ലാലേട്ടനെ പഴയ സാധാരണക്കാരനായിട്ട് കാണാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ടാണ് എനിക്ക് ലാലേട്ടൻ ഒരു വേഷം കെട്ടി വരുന്ന ഒരു റോളുകളൊന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല. തുടരും എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞതാണ്, സിനിമ നല്ല രീതിയിൽ വിജയിക്കും, വൻ വിജയമാകും, ഇൻഡസ്ട്രി ഹിറ്റ് ആകും, മറ്റേതാകും മറിച്ചാകും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ചില സിനിമകൾ നമുക്ക് കാണുമ്പോൾ തന്നെ അതൊരു കാട്ടവരാതെ ഒരു തോന്നും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ ഇന്നലെ കണ്ണപ്പ എന്ന സിനിമയിലെ ഒരു പോസ്റ്റർ അവർ വെളിവിടുകയുണ്ടായി ലാലേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച്. അപ്പം അതും എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോസ്റ്റർ പോലെയല്ല. ഒരു ഒതുക്കമൊക്കെ കൊണ്ട് അത്ര വലിയ വയറൊന്നും ചാടാതെ വയറൊക്കെ ഒതുങ്ങിയ ഒരു ലാലേട്ടൻ്റെ ഒരു പോസ്റ്ററാണ് അവർ വെളിവിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പം വേഷം നമ്മൾ നോക്കണ്ട, ചിലപ്പോൾ അവർ എങ്ങനെയാണോ ഡയറക്റ്റ് ചെയ്ത് മോഹൻലാലിനെ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ സിനിമ വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും ആദ്യമേ വിലയിരുത്തുന്നില്ല. നമ്മൾ പല വിലയിരുത്തുന്നതിന് കാര്യം, കാരണം ഞാൻ ആദ്യം എമ്പുരാൻ്റെ പോസ്റ്ററൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനെ മോശമായിട്ട് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ പടം എനിക്ക് അത്ര പിടിച്ചില്ല. പക്ഷെ അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് സിനിമ എങ്ങനെയാണ് അത് പോസ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ചിലപ്പോൾ സിനിമ നല്ലതായിരിക്കും, പോസ്റ്റർ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നും. ചിലപ്പോൾ പോസ്റ്റർ കിടിലമായിരിക്കും, പക്ഷേ സിനിമ നെഗറ്റീവായിരിക്കും. അത് അങ്ങനെയൊക്കെ പല രീതിയിലും സംഭവിക്കും. അപ്പോൾ സിനിമയെ നമ്മൾ ഒരിക്കലും ഒരു പോസ്റ്ററിലൂടെയോ ഒരു ട്രെയിലറിലൂടെയോ ടീസറിലൂടെയോ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം, ഇങ്ങനെ ആവാനാണ് സാധ്യത, എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ അത് വരാതിരിക്കാം എന്നുള്ള കാര്യം നമുക്ക് പറയാം. അപ്പം ലാലേട്ടൻ്റെ ഒരു പ്രതീക്ഷയുള്ള സിനിമയാണ് വൃഷഭ ഇപ്പം എനിക്ക്. കാരണം കണ്ണപ്പൻ എനിക്ക് ഇപ്പോഴും വലിയ പ്രതീക്ഷയില്ല. കാരണം അതിൻ്റെ പോസ്റ്ററൊക്കെ കൊള്ളാം. പക്ഷേ എങ്ങനെയാണ് ലാലേട്ടനെ അവരെങ്ങനെയാണ് യൂസ് ചെയ്തത്, ലാലേട്ടൻ എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു അത്രത്തോളം സ്റ്റാർ വാല്യൂ ഇല്ലാത്ത നടനാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടെ നമുക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള നടൻ. പക്ഷേ ചിലപ്പോൾ അവർ ഇവിടെ കേരള മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി ചിലപ്പോൾ ലാലേട്ടൻ നല്ല സീൻസൊക്കെ കൊടുക്കും, നല്ല കൊമേഴ്ഷ്യലായിട്ട് ചിലപ്പോൾ അവർ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ സിനിമയിലെ പെർഫോമൻസിലൂടെ ലാലേട്ടൻ 2025 പൊതുവെ ലാലേട്ടന് നല്ല സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കയറി പോവുകയെ ഇതൊക്കെ കയറി പോയി അടുത്ത സിനിമകൾ വരും, വലിയ വിജയങ്ങളാവും. ചിലപ്പം മറ്റേ സത്യനന്ദിക്കാടിൻ്റെ സിനിമയുണ്ടല്ലോ, ഹൃദയപൂർവ്വം, അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ അത് ഒരു ഫീൽ ഗുഡ് സിനിമയൊന്നും അല്ലെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും എന്നുള്ള സത്യനന്ദിക്കാടിൻ്റെ വേറിട്ട സിനിമയായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ചിലപ്പം അതിനകത്ത് കുറച്ച് ഇപ്പോൾ കണ്ടില്ല, സത്യനന്ദിക്കാട് ഹെലികോപ്റ്ററിൻ്റെ ഫ്രണ്ട് ചെയ്യുന്നൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും അതിലും. അപ്പം ലാലേട്ടൻ 2025 തൂക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയൊരു നടനും അത് സാധിക്കുകയുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ 2 സിനിമ ഇറങ്ങിയത് അൾട്ര ഫ്ലോപ്പ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. അപ്പം ഈ 2 സിനിമകൾ ഇപ്പം വൃഷഭ കണ്ണപ്പ അത് സിനിമകളാണ് റിലീസ് ആവാനുള്ളത്. നമുക്ക് വൃഷഭ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഇപ്പം കൂടുതൽ പ്രതീക്ഷയുള്ളത്. കണ്ണപ്പ എങ്ങനെയാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഓക്കെ, നന്ദി, നമസ്കാരം.